മൺട്രോത്തുരുത്തിന് ഏറ്റവും അടുത്ത സ്ഥലമാണിത്. ഇത് മൺട്രോത്തുരുത്ത് വെള്ളം കയറുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഇവിടെ ഫുള്ള് വെള്ളം കയറി കണ്ടൽക്കാടുകൾ മുറ്റത്തുണ്ട്, പോളയുണ്ട്, പായലുണ്ട്, വണ്ടി ട്രെയിൻ വളരെ സ്പീഡിലാണ് പോകുന്നത്. ഇച്ചിരി കഴിയുമ്പം അതിൻ്റെ ശരിക്കുള്ള ഭീകരമായ കാഴ്ച നമുക്ക് കാണാം. മൺട്രോത്തുരുത്ത് മുങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം ഇപ്പോൾ. അതായത് വെള്ളം കയറി ഓരോ വീടും പതുക്കെ പതുക്കെ മുങ്ങി മുങ്ങി മാറുകയാണ്. മുറ്റത്തൊക്കെ വെള്ളമാണ്. ഇച്ചിരി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ വീട് നശിച്ചു. ആ വീടിൻ്റെ ഓട് വരെ പോയി, ഷീറ്റുകൾ തകർന്ന് വീണു. അതുകൊണ്ട് എല്ലാ വീടുകളിലൊന്നും ആൾ താമസമില്ല, എല്ലാം ഇറങ്ങി പോയിരിക്കുകയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് മാതൃഭൂമിയിൽ സതീഷ് ചന്ദ്ര സാറ് ആമുഖമായിട്ട് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീടുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ മനുഷ്യവാസയോഗ്യമല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വീട് വെള്ളത്തിനകത്താണ്. ഇങ്ങനെ മൺട്രോത്തുരുത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത്. കേണൽ മൺട്രോ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അതിന് മുമ്പേ മൺട്രോ അദ്ദേഹം വരുന്നതിന് മുമ്പേ ഈ പേരങ്ങനെ തന്നെയാണ്. മൺട്രോ നല്ല വേറെ ഒരു പേരാണ്. എങ്കിലും ഈ കാലാവസ്ഥ വ്യതിയാനം നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മൺട്രോത്തുരുത്തിന് വരുന്നെങ്കിൽ നമ്മുടെ പല കൊച്ചു കൊച്ചു സ്ഥലങ്ങൾക്കും ഇത് നേരിടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പല ദ്വീപുകളും മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ വ്യതിയാനം നന്നായി മനസ്സിലാക്കിയില്ല എങ്കിൽ. ഞാൻ നല്ല വേഗത്തിൽ പോകുന്ന ട്രെയിനിലാണ്, ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിലാണ്. അതുകൊണ്ടാണ് ഈ കാഴ്ച അത്ര ക്ലിയർ ആവാത്തത്. ഇവിടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം. നല്ല ഐശ്വര്യമുള്ള സ്ഥലമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, വെള്ളം ഇതിനെ കാർന്ന് വിഴുങ്ങിയെടുക്കുക. ഇതൊക്കെ സ്ഥലം കരയാണ്. പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം വെള്ളം മുഴുവൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പണിയുന്ന വീടുകളിലെ ഒരു 3-4 അടി പൊക്കിയാണ് പണിയുന്നത്. ഇത് നേരെ നീണ്ടകര ചെന്ന് അവസാനിക്കുന്ന ഇതാണ്. നേരെ നീണ്ടകരയ്ക്ക് പിടിക്കുന്നു. കായൽ നീണ്ടകരയ്ക്ക് പോകുന്നു. പൊഴി ചെന്ന് തരും. നീണ്ടകര പൊഴിയായിട്ട് ബന്ധപ്പെട്ട് കയറുക. വാഹനം ഭയങ്കര വേഗത്തിലാണ് ഓടുന്നത്. ശരിക്കും 9:50 വാഹനത്തിൽ ഈ ട്രെയിനിൽ കയറിയത്. ഇപ്പം എഴുതുന്നത് 10:30 ആകുന്നതേ ഉള്ളൂ. ഒരു 10:45 ഇത് കൊല്ലത്തുണ്ട്. എനിക്ക് കൊല്ലം വരെയാണ് പോകേണ്ടത്. ബസ്സിലെ യാത്ര ദുർഘടമാണ്. കാരണം NH പണിയുന്നതുകൊണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും. ഇനി നമ്മൾ ഇച്ചിരി കുന്നുംപുറത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ കുന്നിൽ താഴോട്ടിറങ്ങുമ്പം നമ്മൾ കാണുന്ന കാഴ്ച ഭീകരമാണ്. ഇതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെ. അതായത് ആവശ്യമില്ലാത്ത പുക, പിന്നെ വാഹനങ്ങളുടെ അതിപ്രസരണം. വാഹനം ഇല്ലാതെ പോകാനൊക്കെ എന്ന് വെച്ചാൽ സാധിക്കില്ല. പിന്നെ ഈ സന്ധ്യയ്ക്ക് ഇടുന്ന പുക ഒക്കെ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്താണ്ട് മൺട്രോത്തുരുത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വെള്ളം തൊട്ടടുത്ത് കിടപ്പുണ്ട്. കയറി വരും. ഇപ്പം എനിക്കറിഞ്ഞൂടെ എത്രമാത്രം ക്ലിയർ ആവും ഈ വീഡിയോ എന്ന്. ഫോണൊരു സാധാരണ ഫോണാണ്. നിശ്ചലമായി നിർത്തിയിട്ടെടുത്താലേ ശരിയാവുള്ളൂ. എന്നാലും നോക്കട്ടെ അത്രമാത്രം ശരിയാവും. പെരിനാട് മിനിറ്റുകൾക്ക് ഇത് കൊല്ലത്തെത്തും ചെയ്തു. ഹൈ സ്പീഡാണ്.
മറ്റ് രാജ്യങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പം ഈ ട്രെയിൻ പോകുന്നതിന് സൈഡിലൊക്കെ മനോഹരമായ പൂക്കൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കും. നമ്മളെ സംബന്ധിച്ച് അതൊന്നും ഇത് ടൂറിസം വകുപ്പ് അനുസരിച്ച് നമ്മൾ നോക്കുന്നില്ല, അതാ കഷ്ടം. ചില രാജ്യങ്ങളിലൊക്കെ മണിക്കൂറിൽ 440 കിലോമീറ്റർ സ്പീഡിലേക്ക് ഓടുന്ന ട്രെയിനൊക്കെ ഉണ്ട്. ഇത് മിക്കവാറും 140 കിലോമീറ്റർ സ്പീഡിലായിരിക്കും ഓടുന്നത്. ഇപ്പോൾ 140-120 കിലോമീറ്റർ ആയിരിക്കും ഈ വണ്ടി ഓടുന്നത്. അവധിക്കാലമായതുകൊണ്ട് കൊച്ചുങ്ങളൊക്കെ വെള്ളത്തിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. നിബിഡമായ വാഴകൾ, നല്ല മാമ്പഴത്തിൻ്റെ സമയമാണ്. നല്ല മാങ്ങ കായ്ച്ച് പഴുത്ത് നിൽക്കുന്നത് കാണാം. വീണ്ടും ഈ കണ്ടൽക്കാടുകൾ ചുറ്റപ്പെട്ട് ചേമ്പ്, വേണ്ടാത്ത ചേമ്പ്, ആ ചേമ്പിനാലൊക്കെ ചുറ്റപ്പെട്ട വീടുകൾ. പല വീടുകളിലും ഇപ്പോൾ ആളിലൂടെ പല വീടുകളും വെള്ളം കയറി കിടക്കുകയാണ്. മഴക്കാലമല്ല, അത് ഓർത്തോണം. മഴക്കാലം കൂടെ ആയാലും ഇവിടുത്തെ സ്ഥിതി എന്താവും? വളരെ വേഗത്തിലാണ് പോകുന്നത്. കണ്ണിലൊന്നും നിലനിൽക്കാത്ത സ്പീഡിലാണ് പോകുന്നത്. ഒന്നും കണ്ണിലൊരു ബിംബമായി തട്ടി നിൽക്കുന്നില്ല, അല്ലാത്ത വേഗത്തിലാണ് പോകുന്നത്. എതിർവശത്തൂടെ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. മണിച്ചിത്തോടെന്ന് പറഞ്ഞ തോടായിരുന്നു. വാഹനം ഒരല്പം വേഗം കുറച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ട്രെയിനൊന്ന് പോയിട്ട് വേണം ലെവൽ ക്രോസ് കിടക്കാനെന്ന് വിഷമിച്ച് നിൽക്കുന്ന മറ്റ് യാത്രികരുണ്ട് ഇവിടെ. പത്താണ് അപ്പുറത്തല്ലേ. കൊല്ലം എടുക്കാറായെന്നാ തോന്നുന്നു. മീറ്റർ ഗേജ് ഉണ്ടല്ലോ. മീറ്റർ ഗേജ് അത് ചെങ്കോട്ട പാറയാണ്. ചെങ്കോട്ട മധുര പാറയാണ്.
അടുക്കാറായി, പട്ടത്താനായി. അപ്പോൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ കാണാം. കോയിലോ ഫാത്തിമ കോളേജ്, നല്ല പ്രശസ്തമായ ഫാത്തിമ കോളേജ്. തൊട്ടടുത്ത് SNDPയുടെ കോളേജുണ്ട്. ഇത് ജ്യോതി കോളേജാണ്. തൊട്ടപ്പുറത്ത് ഇവിടുന്ന് അല്പം മാറിയ SNDPയുടെ SN കോളേജ്, SN സ്കൂളും ഒക്കെയാണ്. അങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കായംകുളത്ത് നിന്നുള്ള ഒരു 45 മിനിറ്റ് എടുത്തോളൂ. കായംകുളം ടു കൊല്ലം. താങ്ക് യു ഓൾ. പ്ലാറ്റ്ഫോം നമ്പർ 1 കൊല്ലത്തെത്തുന്നത്. കന്യാകുമാരി, ബാംഗ്ലൂർ കന്യാകുമാരി. കൊല്ലത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തുന്നത് കേട്ടോ. നിൽക്കട്ടെ, ഇതിന് ചെറിയ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവാതിരിക്കണം.